വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തായ് സാലഡ് ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് സോംടം. പുളിപ്പും മധുരവും എരിവും അങ്ങനെ എല്ലാ രുചികളും ബാലൻസ് ആക്കിയിട്ടുള്ള ഒരു സാലഡാണിത്. ഈ റെസിപ്പിക്ക് കുക്കിംഗ് ഒട്ടും ആവശ്യമില്ല കേട്ടോ. ഈ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചപ്പപ്പായയാണ്. പച്ചപ്പപ്പായയ്ക്ക് ഞങ്ങളുടെ നാട്ടിലോട്ട് പറയുക കർമൂസ് എന്നാണ്. ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കറ കളയാനും ഒന്ന് ക്രിസ്പായി ഇരിക്കാനും വേണ്ടിയിട്ട്. ഇതുപോലെ നീളത്തിൽ അരിയാൻ വേണ്ടി ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നമ്മൾ ചിലരൊക്കെ ക്യാബേജ് ഒക്കെ അങ്ങനെ മുറിച്ചെടുക്കാറുണ്ട്, അരിഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ ഇങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് നന്നായിട്ട് നീളത്തിൽ തന്നെ കൊത്തി കൊത്തി വെക്കുക. എന്നിട്ട് ആ കൊത്തിയ ഭാഗം ഷെയ്വ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ പോലെ കിട്ടും. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോവല്ലേ കേട്ടോ. ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്തേക്കണേ. പപ്പായ ഞാൻ വെള്ളത്തിൽ നിന്ന് നല്ലോണം കഴുകി ഊറ്റിയെടുത്തിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക്, സാലഡൊക്കെ മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പേരയ്ക്ക ഒരു ചെറിയ പഴുപ്പുള്ളത് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആപ്പിളും കൂടെ ചേർക്കുന്നുണ്ട്, നീളത്തിൽ തന്നെ കട്ട് ചെയ്തത്. കുറച്ച് മാതളത്തിൻ്റെ അല്ലികൾ അതും കൂടെ ചേർക്കുന്നുണ്ട്. പ്രോട്ടീനായിട്ട് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി സാലഡ് ഡ്രസ്സിംഗ് പ്രിപ്പയർ ചെയ്യാം. സോംടം എന്നുള്ള പേരിൻ്റെ മീനിങ് പൗണ്ടഡ് സവർ എന്നാണ്. ഈ പൗണ്ടിങ്ങിന് അവർ പറയുന്ന പേരാണ് ടം എന്നുള്ളത്. അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഒരു വലിയൊരു മോർട്ടർ പെസലാണ്. നമ്മുടെ ഇടിക്കട്ടയില്ലേ കുത്തിച്ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും വലുതില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നൊരു മിനി ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തിട്ടിട്ട് സേഫായിട്ട് ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പഴുത്ത തക്കാളിയാണ്. കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, നാരും കുരുവൊക്കെ കളഞ്ഞ് കുതിർത്ത് വെച്ചത്. നല്ല പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി 1 ടീസ്പൂൺ. പൊടിയായി അരിഞ്ഞ പച്ചമുളക് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ എടുക്കാം. നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ച് എടുക്കാം. അടുത്തത് ചെറുനാരങ്ങ നീര് 2 ടീസ്പൂൺ. ഇനി ശർക്കരയോ പാം ഷുഗറോ ബ്രൗൺ ഷുഗറോ എടുക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ. അടുത്തത് സോയ സോസ് ആണ്, ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. തായ്ലൻഡിലേക്ക് അവരിത് ഉണ്ടാക്കുമ്പോൾ സോയ് സോസും ഫിഷ് സോസും മാറി മാറി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. രണ്ടും ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഇനി ഒരു സിട്രസോ ഓറഞ്ചോ എടുക്കാം. ഇത് എൻ്റെ ഒരു അഡീഷനാണ് കേട്ടോ. കാരണം അവർ കൂടുതൽ ലെമൺ ജ്യൂസാണ് ഉപയോഗിക്കുക. 3-4 ലെമൺ ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് നമുക്ക് ചിലപ്പം പറ്റുണ്ടാവില്ല, ഭയങ്കരമായിട്ട് പുളിപ്പ് തോന്നും. അപ്പോൾ അതിന് പകരം ഞാൻ സിട്രസോ ഓറഞ്ചോ പിഴിഞ്ഞ് ചേർക്കും. ഇത് മുഴുവനായിട്ട് ഒരു സിട്രസ് അല്ലെ ഓറഞ്ച് മുഴുവനായിട്ടും പിഴിഞ്ഞ് ചേർക്കാം. ഇത് സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5-6 പ്രാവശ്യം വലിച്ചു വിടുമ്പോഴത്തേക്കും നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡിയാണ്. ഇനി ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ചെയ്താലും മതി. ഈ ഡ്രസ്സിങ്ങിന് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അത് അതിൻ്റെ ഒരു മണമൊക്കെ തന്നെ ഇപ്പം അടിക്കുന്നുണ്ട്. അത് സാലഡിൻ്റെ കൂടെ ചേരുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റി ആവും. അപ്പം നമ്മുടെ സാലഡും റെഡിയാണ്, ഡ്രസ്സിങ്ങും റെഡിയാണ്, ഉപ്പും റെഡിയാണ്. സാലഡ് എപ്പോഴും സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അതിൻ്റെ ഡ്രസ്സിങ്ങും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതങ്ങ് സോഫ്റ്റായിപ്പോവും, ക്രഞ്ചിനെസ് പോയി പോവും. ഇപ്പോൾ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. ഡ്രസ്സിങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡിയാണ്. ഇതിന് കുറച്ച് ടോപ്പിംഗ് കൊടുക്കണം നമുക്ക്. അവർ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നീളം പയറില്ലേ, അത് റോ ആയിട്ട് തന്നെ സെർവ് ചെയ്യും.
പക്ഷെ അത് രുചിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ കൂടെ വരുമ്പോൾ അതും നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്ത്യൻ ട്വിസ്റ്റായിട്ട് കുറച്ച് മല്ലിയില വയ്ക്കാം. കുറച്ചുകൂടെ നിലക്കടല ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ മാതളത്തിൻ്റെ അല്ലികളും ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ്, അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സാലഡ് ഡ്രസ്സിങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ മേലെ തൂവി കൊടുക്കാം. ഇത് അന്യനാട്ടിലുള്ള ഒരു റെസിപ്പിയാന്ന് വിചാരിച്ചിട്ട് ഇത് ട്രൈ ചെയ്യാതെ ഇരിക്കല്ലേ കേട്ടോ. നമ്മുടെ നന്നായിട്ട് ഫില്ലിംഗ് ആണ്. വെജിറ്റേറിയൻസിന് ഇത് കഴിക്കാൻ പറ്റും. ഇത് ആക്ച്വലി അവർ ഫിഷ് സോസൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. നല്ല ഫില്ലിംഗ് ആണ്, ഹെൽത്തി ആണ്, സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye from Dhanya.